അധ്യായം 13 തുകൽ തൊഴിലാളിയുടെ മൗനം. കല്ലുകളുടെ ആവർത്തന വിരസതയിൽ നിന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഓരോ യാത്രയും ഒന്നുതന്നെയാണെന്നും എത്ര സഞ്ചരിച്ചാലും ഈ പരിക്കൻ കാഴ്ചകൾക്ക് ഒരു മാറ്റവും വരുത്താൻ കഴിയില്ലെന്നും വിളറിയ നീലനിറമുള്ള പർവ്വതങ്ങൾ ദൃഷ്ടിയിൽ പതിയില്ലെന്നും ആൽവറിക് മനസ്സിലാക്കിയത്. 2 ആഴ്ചത്തേക്കുള്ള ഭക്ഷണസാധനങ്ങൾ നാൾക്കുനാൾ കുറഞ്ഞു വരുമ്പോഴും 10 ദിവസം അദ്ദേഹം ആ പാറക്കെട്ടുകളിലൂടെ യാത്ര ചെയ്തു. ഇപ്പോൾ സന്ധ്യയായിരുന്നു. ഇനിയും യാത്ര ചെയ്താൽ എൽഫിൻ പർവ്വതങ്ങളുടെ കൊടുമുടികൾ കാണാതെ താൻ പട്ടിണി കിടന്ന് മരിക്കുമെന്ന് ആൽവറിക്കിന് ബോധ്യമായി. അതുകൊണ്ട് ഇരുട്ടിൽ അദ്ദേഹം അത്താഴം വളരെ കുറച്ചുമാത്രം കഴിച്ചു. വിറകുകെട്ട് വളരെ മുൻപേ തന്നെ തീർന്നുപോയിരുന്നു. മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആ പ്രതീക്ഷയും അദ്ദേഹം ഉപേക്ഷിച്ചു. കിഴക്കുദിശ മനസ്സിലാക്കാൻ അല്പം വെളിച്ചം വന്നപ്പോൾ തന്നെ അദ്ദേഹം അത്താഴത്തിൽ നിന്ന് ബാക്കിവെച്ച ഭക്ഷണം കഴിച്ചു. എന്നിട്ട് മനുഷ്യരുടെ ഭൂമിയിലേക്ക് തിരിച്ചു നടക്കാൻ തുടങ്ങി. തിരിച്ചു നടക്കുമ്പോൾ ആ പാറക്കെട്ടുകൾ അദ്ദേഹത്തിന് കൂടുതൽ പരുക്കനായി തോന്നി. കാരണം എൽഫ്ലാൻഡിന് നേരെ പുറംതിരിഞ്ഞാണ് ആ യാത്ര. ആ ദിവസം മുഴുവൻ അദ്ദേഹം കുറച്ചുമാത്രം കഴിച്ചു. സന്ധ്യയായപ്പോൾ പോലും 4 ദിവസത്തേക്കുള്ള ഭക്ഷണം അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ വേഗത്തിൽ യാത്ര ചെയ്യാനാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. കാരണം തിരിച്ചു പോകേണ്ടി വരുമ്പോൾ യാത്ര എളുപ്പമാകും. എന്നാൽ തന്റെ യാത്രാ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചതോടെ ആ പാറക്കെട്ടുകൾക്ക് തളർത്താനും നിരാശപ്പെടുത്താനും കഴിയുന്ന ആ ശക്തിയെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചതേയില്ല. 10ാം ദിവസം സന്ധ്യയായിട്ടും വിളറിയ നീലനിറമുള്ള പർവ്വതങ്ങൾ കാണാതെ തന്റെ കയ്യിലുള്ള ഭക്ഷണസാധനങ്ങളെക്കുറിച്ച് അദ്ദേഹം അപ്പോഴാണ് ചിന്തിച്ചത്. അദ്ദേഹത്തിന്റെ മടുപ്പിക്കുന്ന മടക്കയാത്രയെ തടസ്സപ്പെടുത്തിയത് താൻ എത്തിച്ചേർന്ന ഈ സ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് സാധാരണ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ഭയം മാത്രമായിരുന്നു. ടോം സ്റ്റോണുകളേക്കാൾ വലുതും കട്ടിയുമുള്ളതായ അസംഖ്യം പാറകൾ അവിടെ കിടന്നിരുന്നു. ശ്രദ്ധയോടെ കൊത്തി ഉണ്ടാക്കിയവയല്ലാവ. എന്നിട്ടും ആ ശൂന്യമായ പ്രദേശം ഒരു ശ്മശാനം പോലെയായിരുന്നു. തണുത്ത രാത്രികളാൽ വിറങ്ങലിച്ചും ചുവന്നു തൊടുത്ത സൂര്യാസ്തമയത്താൽ നയിക്കപ്പെട്ട് പ്രഭാതത്തിലെ മൂടൽമഞ്ഞിലൂടെയും ശൂന്യമായ നട്ടുച്ചയിലൂടെയും തളിർത്ത പക്ഷികളില്ലാത്ത സായാഹ്നത്തിലൂടെയും അദ്ദേഹം യാത്ര തുടർന്നു. തിരിച്ചുപോക്ക് തുടങ്ങിയിട്ട് ഒരാഴ്ചയിലേറെയായി. കയ്യിലുള്ള വെള്ളം മുഴുവൻ തീർന്നുപോയിരുന്നു. എന്നിട്ടും പരിചയമുള്ള ഒരു കാഴ്ചയോ കല്ലുകൾ നിറഞ്ഞ ഭൂമിയോ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ പോകാൻ തോന്നിയെങ്കിലും അദ്ദേഹം ചുമന്ന നവംബർ സൂര്യനെ പിന്തുടർന്നു. ചിലപ്പോൾ സൗഹൃദമായ നക്ഷത്രങ്ങളും അദ്ദേഹത്തെ നയിച്ചു. അങ്ങനെ പാടക്കെട്ടുകൾ നിറഞ്ഞ ആ പ്രദേശത്തെ ഇരുട്ടിലേക്ക് തള്ളിവിട്ടുകൊണ്ട് സന്ധ്യയുടെ ഒരിട്ടിറങ്ങിയപ്പോൾ പടിഞ്ഞാറ് ദിശയിൽ അസ്തമയത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ആദ്യം വിളറിയതും പിന്നെ കൂടുതൽ ഓറഞ്ച് നിറവുമുള്ളതായ ഒരു ജനൽ വെളിച്ചം ദൃശ്യമായി. ആൽവരിക് എഴുന്നേറ്റ് അതിലേക്ക് നടന്നു. ഇരുട്ടും ക്ഷീണവും കാരണം അദ്ദേഹത്തിന് തുടർന്ന് നടക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തളർന്നുറങ്ങി. ആ ചെറിയ മഞ്ഞ ജനൽ വെളിച്ചം അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിലേക്ക് പ്രകാശിച്ചു. എൽഫ്ലാൻഡിൽ നിന്ന് ലഭിക്കുന്നതുപോലെ മനോഹരമായ പ്രതീക്ഷകൾ ആ വെളിച്ചം അദ്ദേഹത്തിന് സമ്മാനിച്ചു. പിറ്റേ ദിവസം രാവിലെ ഉണർന്നപ്പോൾ താൻ കണ്ട വീട് ഒറ്റപ്പെട്ട അവസ്ഥയിൽ തനിക്ക് പ്രതീക്ഷയും സഹായവും നൽകിയ ഒരു കൊച്ചു വെളിച്ചം നൽകിയ അതേ വീടാണെന്ന് ആൽവറിക്കിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ വീടപ്പോൾ വളരെ സാധാരണമായി തോന്നി. അത് തുകൽ തൊഴിലാളിയുടെ വീടിനടുത്ത് താൻ കണ്ട വീടാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പെട്ടെന്നൊരു കുടത്തിനടുത്തെത്തി അദ്ദേഹം വെള്ളം കുടിച്ചു. ഒരു സ്ത്രീ തോട്ടത്തിൽ ജോലി ചെയ്യുന്നത് കണ്ടു. അവർ എവിടെ നിന്നാണ് വരുന്നതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. കിഴക്ക് നിന്നാണെന്ന് അദ്ദേഹം പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു. എന്നാൽ അവർക്കത് മനസ്സിലായില്ല. അങ്ങനെ താൻ പുറപ്പെട്ട അതേ വീട്ടിലേക്ക് 2 തവണ തനിക്ക് അഭയം നൽകിയ അതേ വൃദ്ധന്റെ അടുത്തേക്ക് അദ്ദേഹം വീണ്ടും അതിഥിത്വം ചോദിക്കാനായി വന്നു. ക്ഷീണിതനായി നടന്നുവന്ന ആൽവരിക്കിനെ വൃദ്ധന് വാതിൽക്കൽ തന്നെ സ്വീകരിച്ചു. അദ്ദേഹം ആൽവരിക്കിന് മര്യാദയ്ക്ക് പാൽ പിന്നീട് ഭക്ഷണവും നൽകി. ആൽവരിക് ഭക്ഷണം കഴിച്ച് ആ ദിവസം മുഴുവൻ വിശ്രമിച്ചു. സന്ധ്യയായപ്പോഴാണ് അദ്ദേഹം സംസാരിച്ചത്. വയറുനിറച്ചും ഭക്ഷണം കഴിച്ചും വിശ്രമിച്ചും വീണ്ടും അത്താഴി കഴിക്കാനിരിക്കുമ്പോൾ ആൽവരിക്കിന് മനുഷ്യരോട് സംസാരിക്കാനുള്ള ആഗ്രഹം തോന്നി. അങ്ങനെ മനുഷ്യരുടെ കാര്യങ്ങൾ അവസാനിച്ചതും പക്ഷികളോ മൃഗങ്ങളോ പോക്കളോ ഇല്ലാത്തതുമായ ആ ശൂന്യദേശത്തിലൂടെ അദ്ദേഹത്തിന്റെ വലിയ യാത്രയുടെ കഥ അദ്ദേഹം പറഞ്ഞു. വൃദ്ധനാവർണ്ണന കേട്ടുകൊണ്ട് അങ്ങും പറകി പോയില്ല. ആൽവരിക് മനുഷ്യരുടെ ഭൂമിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാത്രമാണ് അദ്ദേഹം ചില അഭിപ്രായങ്ങൾ പറഞ്ഞത്. അദ്ദേഹം ആൽവരിക്കിനെ മര്യാദയ്ക്ക് കേട്ടുവെങ്കിലും എൽഫ്ലാൻഡിൽ നിന്ന് ഒഴുകിപ്പോയ ദേശത്തെക്കുറിച്ച് ഒരക്ഷരവും മിണ്ടിയില്ല. കിഴക്ക് ദേശം മുഴുവൻ വെറും തോന്നലാണെന്നും ആൽവരിക് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണെന്നും അതല്ലെങ്കിൽ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു വന്നതാണെന്നും ഇപ്പോൾ സാധാരണ കാര്യങ്ങൾക്കിടയിലാണെന്നുമെല്ലാം തോന്നിക്കുന്ന രീതിയിലായിരുന്നു വൃദ്ധന്റെ പെരുമാറ്റം. തീർച്ചയായും വൃദ്ധൻ എൽഫ്ലാൻഡിനെയും അദ്ദേഹത്തിന്റെ വീടിന് 80 യാർഡ് കിഴക്കുള്ള അന്നിനെയും അംഗീകരിക്കുന്നുകൊണ്ട് ഒരക്ഷരവും മിണ്ടിയില്ല. പിന്നീട് ആൽവരിക് ഉറങ്ങാൻ പോയി. വൃദ്ധൻ തനിച്ചായിരുന്നു. കേട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തലയാട്ടിയിരുന്നു. അദ്ദേഹത്തിന്റെ അടുപ്പിലെ തീ കെട്ടുതുടങ്ങിയിരുന്നു. അടുത്ത ദിവസം മുഴുവൻ ആൽവരിക് അവിടെ വിശ്രമിക്കുകയോ അല്ലെങ്കിൽ വൃദ്ധന്റെ തോട്ടത്തിൽ നടക്കുകയോ ചെയ്തു. വിജനമായ ദേശത്തെക്കുറിച്ചുള്ള തന്റെ മഹായാത്രയെക്കുറിച്ച് അതിഥിയോട് സംസാരിക്കാൻ ആൽവരിക് ശ്രമിച്ചെങ്കിലും ആ സ്ഥലങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അവയെ അടുത്തുകൊണ്ടുവരുമെന്ന് ഭയന്നുകൊണ്ട് വൃദ്ധൻ ആ വിഷയം ഒഴിവാക്കിക്കൊണ്ട് തടസ്സപ്പെടുത്തി. ഇതിനുള്ള പല കാരണങ്ങളെക്കുറിച്ചും ആൽവരിക് ചിന്തിച്ചു. ഒരുപക്ഷെ വൃദ്ധൻ തന്റെ യൗവനത്തിൽ എൽഫ്ലാൻഡിലേക്ക് പോവുകയും അവിടെ ഭയപ്പെട്ട എന്തെങ്കിലും കാണുകയും
ഒരുപക്ഷെ മരണത്തിൽ നിന്നോ ഒരായുഷ്കാല പ്രണയത്തിൽ നിന്നോ കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്തിരിക്കാം. എൽഫ്ലാൻ മനുഷ്യന്റെ ശബ്ദങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കാൻ കഴിയാത്തത്ര വലിയൊരു രഹസ്യമാണോ? നമ്മുടെ ലോകത്തിന്റെ അതിർത്തിയിൽ താമസിക്കുന്ന ഈ ആളുകൾക്ക് എൽഫ്ലാൻഡിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് നന്നായി അറിയാമോ? അവരെ അവിടേക്ക് ആകർഷിക്കാൻ സാധ്യതയുള്ളതിനാൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനെ അവർ ഭയപ്പെടുന്നുണ്ടോ? അതോ മാന്ത്രിക ദേശത്തെക്കുറിച്ച് പറയുന്ന ഒരൊറ്റ വാക്കുപോലും അതിനെ കൂടുതൽ അടുപ്പിക്കാനും അതുവഴി നമുക്കറിയാവുന്ന സ്ഥലങ്ങളെ വിചിത്രമാക്കാനും സാധ്യതയുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ആൽവറിക്കിന് ഒരു ഉത്തരവും ലഭിച്ചില്ല. ഒരു ദിവസം കൂടി ആൽവറിക്ക് അവിടെ വിശ്രമിച്ചു. അതിനുശേഷം അദ്ദേഹം ഏളിലേക്ക് തിരിച്ചുപോകാൻ പുറപ്പെട്ടു. രാവിലെ അദ്ദേഹം പുറപ്പെട്ടപ്പോൾ ആതിഥേയൻ യാത്രയയക്കാൻ വാതിൽക്കൽ വന്നു. വീട്ടിലേക്കുള്ള യാത്രയെക്കുറിച്ചും ഏളിലെ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ആൽവറിക്ക് ഇപ്പോൾ യാത്ര ചെയ്യുന്ന നമുക്കറിയാവുന്ന സ്ഥലങ്ങളോടുള്ള വൃദ്ധന്റെ സമീപനവും എൽഫ്ലാൻഡിനോടുള്ള സമീപനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. യാത്ര പറഞ്ഞ് അവർ പിരിഞ്ഞു. വൃദ്ധന്റെ വിടവാങ്ങൽ മങ്ങി. എന്നിട്ട് അദ്ദേഹം വീട്ടിലേക്ക് തിരിഞ്ഞു. തന്റെ കൈകൾ ഉരസിക്കൊണ്ട് പതിയെ നടന്നു. കാരണം വിചിത്രമായ സ്ഥലങ്ങളിലേക്ക് നോക്കി നടന്ന ഒരാൾ ഇപ്പോൾ നമുക്കറിയാവുന്ന സ്ഥലങ്ങളിലൂടെയുള്ള യാത്രയിലേക്ക് തിരിഞ്ഞതിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ടായിരുന്നു. ആ സ്ഥലങ്ങളിൽ തണുപ്പായിരുന്നു രാജാവേ. ആൽവറിക് മഞ്ഞുകണങ്ങൾ നിറഞ്ഞ പുല്ലിലൂടെ നടന്നു. പീട്ടയെക്കുറിച്ചോ മകനെക്കുറിച്ചോ ചിന്തിക്കാതെ തെളിഞ്ഞ ശുദ്ധവായു ശ്വാസമെടുത്ത് എങ്ങനെ എൽഫ്ലാൻഡിൽ എത്താമെന്ന് അദ്ദേഹം ചിന്തിച്ചു. ഒരുപക്ഷെ വടക്ക് ദിശയിൽ വിളറിയ നീലപർവ്വതങ്ങൾക്ക് പിന്നിലൂടെ ഒരു വഴിയുണ്ടായിരിക്കാം. എൽഫ്ലാൻഡ് അദ്ദേഹത്തിന് എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ദൂരം പോയിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് നിരാശയോടെ ഉറപ്പായിരുന്നു. എങ്കിലും കവികൾ പാടുന്നതുപോലെ എൽഫ്ലാൻഡ് ഭൂമിയെ സ്പർശിക്കുന്ന സന്ധ്യയുടെ അതിർത്തി മുഴുവനത് നീങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം വിശ്വസിച്ചു. കൂടുതൽ വടക്കോട്ട് പോയാൽ സന്ധ്യയിൽ മങ്ങിക്കിടക്കുന്ന ആ അതിർത്തി കണ്ടെത്താനും വിളറിയ നീലപർവ്വതങ്ങൾക്ക് താഴെയെത്തി തന്റെ ഭാര്യയെ വീണ്ടും കാണാനും സാധിച്ചേക്കാം. ഈ ചിന്തകളാൽ നിറഞ്ഞ അദ്ദേഹം മൂടൽ മഞ്ഞുള്ള സ്ഥലങ്ങളിലൂടെ നടന്നു. ആ മായാലോകത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പദ്ധതികളും മനസ്സിൽ നിറഞ്ഞ് ഉച്ചതിരിഞ്ഞപ്പോൾ അദ്ദേഹം ഏളിനു മുകളിലുള്ള കാടുകളിലെത്തി. അദ്ദേഹം കാട്ടിനുള്ളിലേക്ക് കടന്നു. തന്റെ ചിന്തകൾ വളരെ ദൂരെയായിരുന്നെങ്കിലും അല്പം അകലെയായി കരിയിലകൾക്കിടയിൽ നിന്നും പുകയുയർന്നത് അദ്ദേഹം കണ്ടു. അതാരാണെന്നറിയാൻ അദ്ദേഹം അങ്ങോട്ട് ചെന്നു. അവിടെ അദ്ദേഹത്തിന്റെ മകനും സിറൂണ്ടരലും തീയായികയായിരുന്നു. നിങ്ങളെവിടെയായിരുന്നു? ആൽവറിക്കിനെ കണ്ടപ്പോൾ ഓറിയോൺ ചോദിച്ചു. ഒരു യാത്രയിലായിരുന്നു, ആൽവറിക് പറഞ്ഞു. ഒധവേട്ടയ്ക്ക് പോയിരിക്കുകയാണ്, ഓറിയോൺ പറഞ്ഞു. കാറ്റടിക്കുന്ന ദിശയിലേക്ക് അയാൾ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ സിറൂണ്ടറലൊന്നും മിണ്ടിയുള്ള കാരണം ആൽവറിക്കിന്റെ കണ്ണുകളിൽ തന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവൾക്ക് കാണാമായിരുന്നു. ഒറിയോൺ താനിരുന്ന മാൻതോൽ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ഇത് ഓത്ത് വെടിവെച്ചിട്ടതാണ്, അവൻ പറഞ്ഞു. ശരത്കാലം ഉപേക്ഷിച്ച തിളങ്ങിയ പുതപ്പിൽ കാട്ടിനുള്ളിൽ സാവധാനം പുകയുന്ന വലിയ തടികളുടെ ആ തീക്കുണ്ടത്തിന് ചുറ്റും ഒരുതരം മാന്ത്രികതയുണ്ടായിരുന്നു. അത് എൽഫ്ലാൻഡിന്റെ മാന്ത്രികതയായിരുന്നില്ല. സിറൂണ്ടറിൽ തന്റെ വടികൊണ്ട് വിളിച്ചുവരുത്തിയതുമായിരുന്നില്ല. അത് കാടിന്റെ സ്വന്തം മാന്ത്രികതയായിരുന്നു. ആൽവറിക് അല്പനേരം നിശബ്ദനായി അവിടെ നിന്നു. കാട്ടിൽ തീനടുത്തിരിക്കുന്ന ആൺകുട്ടിയെയും മന്ത്രവാദിയെയും നോക്കി. തനിക്ക് പോലും വ്യക്തമല്ലാത്തതും ഇപ്പോൾ അദ്ദേഹത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്നതുമായ കാര്യങ്ങൾ ഒറിയോനോട് പറയേണ്ട സമയം വന്നിരിക്കുന്നുവെന്നും അദ്ദേഹം മനസ്സിലാക്കി. എന്നിട്ടും അദ്ദേഹം അപ്പോഴൊന്നും പറഞ്ഞില്ല. ഏളിലെ കാര്യങ്ങളെക്കുറിച്ച് എന്തോ പറഞ്ഞ് തന്റെ കോട്ടയിലേക്ക് തിരിഞ്ഞു നടന്നു. പിന്നീട് സിറൂണ്ടറലും ഒറിയോണും ഓത്തും തിരിച്ചുവന്നു. കോട്ടയിലെത്തിയപ്പോൾ ആൽവറിക് അത്താഴത്തിന് കൽപ്പിച്ചു. ഏളിലെ കോട്ടയുടെ വലിയ ഹാളിൽ തനിച്ചാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചത്. ആ സമയം മുഴുവൻ അദ്ദേഹം എന്താണ് പറയേണ്ടതെന്ന് ആലോചിക്കുകയായിരുന്നു. പിന്നീട് വൈകുന്നേരം അദ്ദേഹം നഴ്സറിയിൽ പോയി. അമ്മ കുറച്ചുകാലത്തേക്ക് എൽഫ്ലാൻഡറിലേക്ക് അവളുടെ അച്ഛന്റെ കൊട്ടാരത്തിലേക്ക് പോയിരിക്കുകയാണെന്ന് മകനോട് പറഞ്ഞു. ഇതിനെക്കുറിച്ച് പാട്ടിൽ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഓറിയോൺ ഒന്നും പറഞ്ഞില്ല. തന്റെ അമ്മ പോയതും എൽഫ്ലാൻഡ് ഇല്ലാതായതുമായ കാര്യങ്ങൾ അദ്ദേഹം തുടർന്നു പറഞ്ഞു. അതിന് കഴിയില്ല, കാരണം ഞാൻ എൽഫ്ലാൻഡിന്റെ കൊമ്പുകൾ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. നിനക്കവ കേൾക്കാൻ കഴിയുമോ എന്ന് ആൽവറിക് ചോദിച്ചു. വൈകുന്നേരം അവ മുഴങ്ങുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, ഓറിയോൺ മറുപടി പറഞ്ഞു. അധ്യായം 14. എൽഫിൻ പർവ്വതങ്ങളിലേക്കുള്ള യാത്ര. ഏറിൽ മഞ്ഞുകാലം വന്നു ചേർന്നു. കാടിനെ മുറുക്കി പിടിച്ചു. കൊച്ചുകമ്പുകൾ കടുത്ത് നിശ്ചലമായി നിന്നു. താഴ്വരയിലെ അരുവി നിശബ്ദമായി. കാളകൾ മേയുന്ന പുൽമേടുകളിലെ പുല്ല് മൺപാത്രം പോലെ പൊടിഞ്ഞു. ശ്വാസമെടുക്കുമ്പോൾ മൃഗങ്ങളുടെ വായിൽ നിന്ന് പുക ഉയർന്നു പൊങ്ങി. ഒറിയോൺ ഇപ്പോഴും ഓത്തിന്റെ കൂടെ കാടുകളിലേക്ക് പോകുമായിരുന്നു. ചിലപ്പോൾ ത്രില്ലിന്റെ കൂടെയും. ഓത്തിനൊപ്പം പോകുമ്പോൾ വേട്ടയാടുന്ന മൃഗങ്ങളുടെ ആകർഷണവും ഭംഗിയും കൊണ്ട് കാട് നിറഞ്ഞു. വലിയ മാനികളുടെ സൗന്ദര്യം ദൂരെയുള്ള ഗുഹകളിൽ തങ്ങിനിന്നു. എന്നാൽ ത്രില്ലിനൊപ്പം പോകുമ്പോൾ കാടിനൊരു നിഗൂഢതയുണ്ടായിരുന്നു. ഓരോ വലിയ മരത്തിനിടയിലും എന്തു ജീവിയാണ് ഒളിച്ചിരിക്കുന്നത്, എന്തു ജീവിയാണ് പെട്ടെന്ന് മുന്നിൽ വരികയെന്ന് പറയാനാവില്ല. കാട്ടിലെ എന്തെല്ലാം ജീവികളുണ്ടെന്ന് ത്രില്ലിനു പോലും അറിയില്ലായിരുന്നു. അവന്റെ സൂക്ഷ്മബുദ്ധിയിൽ പലതരം ജീവികളും കുടുങ്ങിയിരുന്നു. പക്ഷെ ഇതെല്ലാം മാത്രമാണോ എന്ന് ആർക്കറിയാം. സന്ധ്യയാവുമ്പോൾ ആഹ്ലാദകരമായ സായാഹ്നങ്ങളിൽ അവൻ കാടുകളിൽ വൈകിയാൽ, സൂര്യൻ അസ്തമിക്കുമ്പോൾ,
ദൂരെ കിഴക്ക് വരുന്ന സന്ധ്യയുടെ തണുപ്പിൽ സ്വപ്നത്തിൽ കേൾക്കുന്ന മണിനാദം പോലെ എൽഫിൻ കാഹളങ്ങൾ കൂട്ടത്തോടെ മുഴങ്ങുന്നത് അവൻ എപ്പോഴും കേൾക്കും. കാടുകൾക്കപ്പുറത്തുനിന്നും താഴ്വരകൾക്കപ്പുറത്തുനിന്നും അവയുടെ അങ്ങേയറ്റം വളവിൽ നിന്ന് ആ നാദം മുഴങ്ങിക്കേട്ടു. അത് എൽഫ്ലാൻഡിലെ വെള്ളിനിറമുള്ള കാഹളങ്ങളാണെന്ന് അവനറിയാമായിരുന്നു. മറ്റെല്ലാ കാര്യങ്ങളിലും അവനൊരു മനുഷ്യനാണ്. എൽഫിൻ കാഹളങ്ങൾ കേൾക്കാനുള്ള അവന്റെ കഴിവില്ലായിരുന്നെങ്കിൽ മനുഷ്യന്റെ കേൾവിക്ക് ഒരു യാർഡപ്പുറം മാത്രം മുഴങ്ങുന്ന ആ സംഗീതം അതെന്താണെന്ന് അവനറിയില്ലായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളൊഴിച്ചാൽ അവനൊരു സാധാരണ മനുഷ്യക്കുട്ടി മാത്രമായിരുന്നു. സന്ധ്യയുടെ മറകടന്ന് എൽഫ്ലാൻ കാഹളങ്ങൾ എങ്ങനെയാണ് നമ്മൾക്കറിയാവുന്ന ഈ ലോകത്ത് ഏതൊരു കാതിനും കേൾക്കാനാവുന്ന രീതിയിൽ മുഴങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നിട്ടും ടെനീസൺ പറയുന്നത് അത് മങ്ങിക്കൊണ്ട് മുഴങ്ങുന്നത് നമ്മുടെ ഈ ലോകത്ത് പോലും കേൾക്കാനാവുമെന്നാണ്. കവികൾ പ്രചോദനം ലഭിക്കുമ്പോൾ പറയുന്നതെല്ലാം അംഗീകരിച്ചാൽ നമ്മുടെ തെറ്റുകൾ കുറയും. അതുകൊണ്ട് ശാസ്ത്രം നിഷേധിച്ചാലും ശരിയാണെന്ന് പറഞ്ഞാലും ടെനീസന്റെ വരികൾ എന്നെ ഇവിടെ നയിക്കട്ടെ. ആ ദിവസങ്ങളിൽ ഏൾവിക് ഗ്രാമത്തിലൂടെ നടന്നു. അവന്റെ ചിന്തകൾ ദൂരെയായിരുന്നു, വിഷാദത്തിലായിരുന്നു. അവൻ പല വാതിലുകളിലും നിന്നു, സംസാരിച്ചു, പദ്ധതികൾ പറഞ്ഞു. അവന്റെ കണ്ണുകൾ മറ്റാർക്കും കാണാനാവാത്ത കാര്യങ്ങളിലായിരുന്നു. അവൻ ദൂരെ എവിടെയുള്ള ഹൊറോസിനുകളിൽ മുഴുകി. അതിന്റെ അവസാനം എൽഫ്ലാൻഡായിരുന്നു. അവൻ വീടുകൾ തോറും കയറിയിറങ്ങി ഒരു ചെറിയ സംഘത്തെ കൂട്ടി. വടക്ക് ദിശയിൽ അതിർത്തി കണ്ടെത്തുക എന്നതായിരുന്നു ആൽവരിക്കിന്റെ സ്വപ്നം. നമ്മൾക്കറിയാവുന്ന ഈ ലോകത്തിലൂടെ യാത്ര ചെയ്ത് എപ്പോഴും പുതിയ ഹൊറോസിനുകൾ തേടി എൽഫ്ലാൻഡ് അകന്നു പോകാത്തൊരു സ്ഥലത്തെത്തുക. ഇതിനുവേണ്ടി തന്റെ ദിവസങ്ങൾ സമർപ്പിക്കാൻ അവൻ തീരുമാനിച്ചു. ലീറാസിൽ തന്നോടൊപ്പം ഈ ലോകത്തുണ്ടപ്പോൾ അവളെ കൂടുതൽ ഭൗതികയാക്കുക എന്നതായിരുന്നു അവന്റെ ചിന്തകൾ. എന്നാൽ അവൾ പോയപ്പോൾ അവന്റെ മനസ്സ് ദിനംപ്രതി കൂടുതൽ എൽഫിഷ് ആയിക്കൊണ്ടിരുന്നു. ആളുകൾ അവന്റെ വിചിത്രമായ ഭാവം കണ്ട് അവനെ നോക്കി. എൽഫ്ലാൻഡിനെയും എൽഫിഷ് കാര്യങ്ങളെക്കുറിച്ചും സ്വപ്നം കണ്ടുകൊണ്ട് അവൻ കുതിരകളെയും ഭക്ഷണസാധനങ്ങളെയും ശേഖരിച്ചു. അവന്റെ ചെറിയ സംഘത്തിനു വേണ്ടി വലിയ അളവിൽ സാധനങ്ങൾ ശേഖരിച്ചത് കണ്ടവർക്ക് അത്ഭുതമായി. ആ വിചിത്രമായ സംഘത്തിൽ ചേരാൻ അവൻ പലരെയും ക്ഷണിച്ചു. പക്ഷേ എവിടേക്കാണ് പോകുന്നതെന്ന് കേട്ടപ്പോൾ ചുരുക്കം ചിലർ മാത്രമേ അവനോടൊപ്പം പോകാൻ തയ്യാറായുള്ളൂ. അവനോടൊപ്പം ചേർന്ന ആദ്യത്തെ ആൾ പ്രണയത്തിൽ നിരാശനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. പിന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജീവിച്ച് പരിചയമുള്ള ഒരിടയൻ. പിന്നെ ഒരു സായാഹ്നത്തിൽ ആരോ പാടിയ ഒരു വിചിത്രമായ പാട്ട് കേട്ട് അതവന്റെ ചിന്തകളെ അസാധ്യമായ ലോകങ്ങളിലേക്ക് തിരിച്ചുവിട്ടിരുന്നു. അതുകൊണ്ട് അവന്റെ ഭാവനകളെ പിന്തുടരാൻ അവൻ തയ്യാറായി. ഒരു വേനൽക്കാലത്ത് വലിയൊരു പൂർണ്ണചന്ദ്രൻ ഒരു രാത്രി മുഴുവനും ഒരു ചെറുപ്പക്കാരന്റെ മേൽ പ്രകാശിച്ചു. അതിനുശേഷം ചന്ദ്രൻ തനിക്ക് ചില കാര്യങ്ങൾ കാണിച്ചു തന്നെന്ന് അവൻ പറഞ്ഞു. ഏളിൽ മറ്റാരും അങ്ങനെ ഒന്നും കണ്ടില്ല. ആൽവരിക്ക് ചോദിച്ചപ്പോൾ അവനും ആൽവരിക്കിന്റെ സംഘത്തിൽ ചേർന്നു. ഈ 4 പേരെയും കണ്ടെത്താൻ ആൽവരിക്കിന് കുറേ ദിവസങ്ങൾ വേണ്ടി വന്നു. പിന്നെ അവനൊരു ബുദ്ധിശൂന്യനായ ചെറുപ്പക്കാരനെ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. അവനെ കുതിരകളെ നോക്കാൻ അവൻ കൂട്ടിച്ചേർത്തു. കാരണം അവന് കുതിരകളെ നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. മറ്റൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ കുതിരകൾക്ക് അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അവന്റെ അമ്മയ്ക്കൊഴികെ ബാക്കി ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവനെ നോക്കാൻ പോകാൻ സമ്മതം ആൽവരിക്ക് ചോദിച്ചപ്പോൾ അവൾ കരഞ്ഞു. അവനാണ് തന്റെ വയസ്സുകാലത്തെ ആശ്രയമെന്നും ഏത് കൊടുങ്കാറ്റ് വരുമെന്നും എപ്പോഴാണ് പക്ഷികൾ പറന്നു പോകുന്നതെന്നും അവൻ വിത്ത് പാകിയാൽ ഏതു നിറത്തിലുള്ള പൂക്കളാണ് വിരിയുകയെന്നും ചിളന്തികൾ എവിടെയാണ് വലകെട്ടുകയെന്നും ഈച്ചകളുടെ പുരാതന കഥകളും അറിയാമെന്ന് അവൾ കരഞ്ഞു പറഞ്ഞു. അവൻ പോയാൽ ഏളിലെ മനുഷ്യർ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാൽ ആൽവരിക് അവനെ കൂടെ കൂട്ടി. പലരും അങ്ങനെയാണ് പോകുന്നത്. ഒരു ദിവസം രാവിലെ 6 കുതിരകൾ സാധനസാമഗ്രികൾ ചുമന്ന് ആൽവരിക്കിന്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് യാത്ര ചെയ്തു. ലോകത്തിന്റെ അറ്റം വരെ അവനോടൊപ്പം പോകാൻ 5 പേർ തയ്യാറായിരിക്കുകയും ചെയ്തു. അവൻ സീറിൻഡറിയുമായിട്ട് കുറേ നേരം സംസാരിച്ചു. പക്ഷേ എൽഫ്ലാൻഡിനെ ആകർഷിക്കാനോ അവിടുത്തെ രാജാവിന്റെ ഭയങ്കരമായ ഇച്ഛയെ മറികടക്കാനോ തനിക്ക് മാന്ത്രിക ശക്തിക്ക് കഴിയില്ല എന്നവൾ പറഞ്ഞു. അതുകൊണ്ട് അവൻ ഓറിയോനെ അവരുടെ സംരക്ഷണത്തിലേൽപ്പിച്ചു. കാരണം അവരുടെ മാന്ത്രികവിദ്യ ഉള്ളിലും ഭയങ്കരമായ കാര്യങ്ങളുണ്ടായിരുന്നാലും വളരെ ലളിതമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്കറിയാവുന്ന ഈ ലോകത്ത് കടന്നു വരാനാവുന്ന ഏതൊരു മന്ത്രജാലത്തിനും തന്റെ മകനെതിരെ പ്രവർത്തിക്കാനോ അവളെ തോൽപ്പിക്കാനോ കഴിയില്ല എന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. തനിക്കായി നീണ്ട യാത്രകളുടെ അവസാനം കാത്തിരിക്കുന്ന ഭാഗ്യത്തിൽ അവൻ വിശ്വസിച്ചു. അവൻ ഓറിയോണിനോട് കുറേ നേരം സംസാരിച്ചു. കാരണം എൽഫ്ലാൻഡിനെ വീണ്ടും കണ്ടെത്താൻ ഈ യാത്ര എത്രത്തോളം നീണ്ടുപോകുമെന്ന് അവൻ അറിയില്ലായിരുന്നു. അവൻ മകനോട് ജീവിതത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു. ഒരു വേട്ടക്കാരനാകാൻ അവൻ പറഞ്ഞു. ഞാൻ ഈ കുന്നുകൾക്കപ്പുറത്തുള്ളപ്പോൾ നീ എന്താണ് വേട്ടയാടാൻ പോകുന്നത്? അവന്റെ അച്ഛൻ ചോദിച്ചു. പോത്തിനെപ്പോലെ മാനുകളെ, ഒറിയോൺ പറഞ്ഞു. ആൽവറിക് ആ കായിക വിനോദത്തെ പ്രശംസിച്ചു. കാരണം അവനും അത് ഇഷ്ടപ്പെട്ടിരുന്നു. ഏതെങ്കിലും ദിവസം
ഞാൻ കുന്നുകൾക്കപ്പുറത്ത് ദൂരെ പോയി വിചിത്രമായ മൃഗങ്ങളെ വേട്ടയാടും, ആൺകുട്ടി പറഞ്ഞു. എങ്ങനെയുള്ളവയെ? ആൽവറിക് ചോദിച്ചു. പക്ഷേ ആൺകുട്ടിക്കറിയില്ലായിരുന്നു. അവന്റെ അച്ഛൻ പലതരം മൃഗങ്ങളെയും നിർദ്ദേശിച്ചു. അതിനേക്കാൾ വിചിത്രമായവയെ, ഒറിയോൻ പറഞ്ഞു. കരടികളേക്കാൾ വിചിത്രമായവയെ. പക്ഷേ അതെന്തായിരിക്കും? അവന്റെ അച്ഛൻ ചോദിച്ചു. മാന്ത്രിക കാര്യങ്ങൾ, ആൺകുട്ടി പറഞ്ഞു. പക്ഷേ കുതിരകൾ താഴെ തണുപ്പിൽ അസ്വസ്ഥമായി ഇളകി. അതിനാൽ കൂടുതൽ സംസാരത്തിന് സമയമില്ലായിരുന്നു. ആൽവറിക് മന്ത്രവാദിനിക്കും മകനും യാത്ര പറഞ്ഞു. ഭാവിക്കാലത്തെക്കുറിച്ച് അധികം ചിന്തിക്കാതെ യാത്ര തുടങ്ങി. കാരണം അതെല്ലാം അവന്റെ ചിന്തകൾക്ക് അതീതമായിരുന്നു. ആൽവറിക് സാധനങ്ങളുടെ കൂമ്പാരത്തിന് മുകളിൽ കയറി 6 പേരടങ്ങുന്ന സംഘം യാത്ര തുടങ്ങി. ഗ്രാമവാസികൾ അവരെ യാത്രയാക്കാൻ തെരുവിൽ നിന്നു. അവരുടെ വിചിത്രമായ അന്വേഷണത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരുന്നു. എല്ലാവരും ആൽവറിക്കിനെ അഭിവാദ്യം ചെയ്യുകയും അവസാനത്തെ യാത്രികനോട് യാത്ര പറയുകയും ചെയ്തപ്പോൾ ഒരു സംസാരം ഉയർന്നു. സംസാരത്തിൽ ആൽവറിക്കിന്റെ അന്വേഷണത്തോടുള്ള പുച്ഛവും സഹതാപവും പരിഹാസവും നിറഞ്ഞുപോയി. ചിലപ്പോൾ സ്നേഹവും ചിലപ്പോൾ നിന്ദയും സംസാരിച്ചു. എന്നിട്ടും എല്ലാവരുടെയും ഹൃദയങ്ങളിൽ അസൂയയുണ്ടായിരുന്നു. കാരണം അവരുടെ യുക്തി ആ സാഹസിക യാത്രയെ പരിഹസിച്ചു. പക്ഷേ അവരുടെ ഹൃദയങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ആൽവറിക് തന്റെ സാഹസിക കൂട്ടാളികളോടൊപ്പം ഏൾ ഗ്രാമത്തിൽ നിന്ന് യാത്ര തുടങ്ങി. ഒരു മണ്ടൻ, ഒരു ഭ്രാന്തൻ, പ്രണയത്തിൽ നിരാശനായ ഒരു ചെറുപ്പക്കാരൻ, ഒരു ഇടയൻ, ഒരു കവി. ആൽവറിക് തന്റെ അനുയായികളിൽ വെച്ച് ഏറ്റവും വിവേകിയെന്ന് കരുതിയ യുവാവായ ഇടയൻ വാൻഡിനെ അവരുടെ ക്യാമ്പിന്റെ ചുമതലക്കാരനായി നിയമിച്ചു. പക്ഷേ അവർ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ക്യാമ്പുണ്ടാക്കുന്നതിനു മുൻപ് തർക്കങ്ങൾ തുടങ്ങി. തന്റെ ആളുകളുടെ അസംതൃപ്തി കേട്ടറിഞ്ഞ ആൽവറിക് താൻ പോകുന്നതുപോലുള്ള ഒരു അന്വേഷണത്തിൽ ഏറ്റവും വിവേകിയെന്നല്ല, മറിച്ച് ഭ്രാന്തനാണ് അധികാരം നൽകേണ്ടത് എന്ന് മനസ്സിലാക്കി. അങ്ങനെ അവൻ ബുദ്ധിശൂന്യനായ നിവിനെ ക്യാമ്പിന്റെ ചുമതലക്കാരനായി നിയമിച്ചു. വളരെ കാലം കഴിഞ്ഞ് ഒരു ദിവസം വരെ നിവ് അവനെ നന്നായി സേവിച്ചു. ഭ്രാന്തനായ സെന്റ് നിവിന് പിന്തുണ നൽകി. നിവ് പറയുന്നത് അനുസരിക്കാൻ എല്ലാവരും തയ്യാറായിരുന്നു. എല്ലാവരും ആൽവറിക്കിന്റെ അന്വേഷണത്തെ ആദരിച്ചു. പല രാജ്യങ്ങളിലുള്ള പല മനുഷ്യരും ഇത്ര സൗഹൃദമില്ലാതെയാണ് കൂടുതൽ വിവേകമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ ഉയർന്ന പ്രദേശങ്ങളിലെത്തി, വയലുകളിലൂടെ സഞ്ചരിച്ചു. മനുഷ്യർ താമസിക്കുന്ന അതിർത്തിയിലെ വീടുകളിലെത്തി അപ്പുറത്തേക്ക് പോകാൻ അവരുടെ ചിന്തകൾ പോലും വിസമ്മതിച്ചിരുന്നു. ഓരോ മൈലിലും 4ഓ 5ഓ വീടുകളുള്ള ഈ അതിർത്തി കടന്ന് ആൽവറിക് തന്റെ വിചിത്രമായ കൂട്ടാളികളോടൊപ്പം യാത്ര തുടർന്നു. തുകൽ തൊഴിലാളിയുടെ കുടിൽ തെക്കുഭാഗത്ത് ദൂരെയായിരുന്നു. ഇപ്പോൾ അവൻ വടക്കോട്ട് തിരിഞ്ഞു, വീടുകൾക്ക് പുറകിലൂടെ യാത്ര ചെയ്തു. സന്ധ്യയുടെ മറ ഒരു കാലത്തുണ്ടായിരുന്ന വയലുകളിലൂടെ എൽഫ്ലാൻഡ് അധികം അകന്നു പോകാത്തൊരു സ്ഥലം കണ്ടെത്തുന്നതും വരെ അവനിത് തന്റെ ആളുകളോട് വിശദീകരിച്ചു. അപ്പോൾ തന്നെ നിവ്, മണ്ടൻ സെന്റ് എന്നിവർ ഉറക്കെ സന്തോഷിച്ചു. പാട്ടുകൾ സ്വപ്നം കണ്ട യുവാവായ തീൽ ഈ പദ്ധതി വിവേകമുള്ളതാണെന്ന് പറഞ്ഞു. ഈ 3 പേരുടെ ആവേശത്തിൽ വാൻഡ് മുഴുകി. പ്രണയിയായ റാണോക്കിന് ഇതെല്ലാം ഒരുപോലെയായിരുന്നു. അവർ വീടുകളുടെ പുറകിലൂടെ അധികം ദൂരം സഞ്ചരിച്ചിരുന്നില്ല. അപ്പോൾ തന്നെ ചുവന്ന സൂര്യൻ ചക്രവാളത്തിൽ തൊട്ടു. ആ ചെറിയ മഞ്ഞുകാലത്തിലെ വെളിച്ചം അവശേഷിക്കുന്നതിനു മുൻപ് അവർ ക്യാമ്പുണ്ടാക്കാൻ പിടുക്കം കൂട്ടി. അവർ രാജാക്കന്മാരുടെ കൊട്ടാരം പോലൊരു കൊട്ടാരമുണ്ടാക്കുമെന്ന് മ്യൂ പറഞ്ഞു. ആ ആശയത്തിൽ സെന്റ് 3 പേരുടെ ജോലിയെടുക്കാൻ പ്രേരിപ്പിച്ചു. തിൽ ഉത്സാഹത്തോടെ സഹായിച്ചു. അവർ കുറ്റികൾ നട്ടുകയും അതിനു മുകളിൽ പുതപ്പുകൾ വലിച്ചു കേട്ടുകയും ചെയ്തു. കുറ്റികാടുകൾ കൊണ്ടൊരു മതിലുമുണ്ടാക്കി. കാരണം അവർ വേലികൾക്ക് പുറത്തായിരുന്നു. വാൻഡും കഠിനമായ വേലികൾ കൊണ്ട് സഹായിച്ചു. റാണോ ക്ഷീണിച്ചു ജോലി ചെയ്തു. എല്ലാം പൂർത്തിയായപ്പോൾ നീവ് അതൊരു കൊട്ടാരമാണെന്ന് പറഞ്ഞു. ആൽവറിക് അകത്തുപോയി വിശ്രമിച്ചു. അവർ പുറത്തു തീ കത്തിച്ചു. വാൻഡ് എല്ലാവർക്കും ഭക്ഷണം പാകം ചെയ്തു. ഒറ്റപ്പെട്ട താഴ്വാരങ്ങളിൽ അവൻ എല്ലാ ദിവസവും സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യുന്നതായിരുന്നു. കുതിരകളെ നിവിനേക്കാൾ നന്നായി ആരും നോക്കില്ലായിരുന്നു. സന്ധ്യ മങ്ങിയപ്പോൾ മഞ്ഞുകാലത്തിന്റെ തണുപ്പ് കൂടി. ആദ്യത്തെ നക്ഷത്രമുദിച്ചപ്പോൾ ആ രാത്രിയിൽ കൊടും തണുപ്പ് മാത്രമായി അവശേഷിച്ചു. എന്നിട്ടും ആൽവറിക്കിന്റെ ആളുകൾ തങ്ങളുടെ തുകലിലും രോമത്തിലും തീയുടെ അടുത്ത് കിടന്നുറങ്ങി. പ്രണയികയ റാണോക്ക് മാത്രം ഉറങ്ങിയില്ല. തന്റെ അഭേഷണീയത്തിൽ രോമങ്ങളിൽ കിടന്നുകൊണ്ട് തന്റെ ആളുകളുടെ ഇരുണ്ട നാത്തോപങ്ങൾക്കപ്പുറത്ത് ചുവന്ന് കനലുകൾ നോക്കിയ ആൽവറിക് തന്റെ അന്വേഷണം നല്ലതാണെന്ന് വിശ്വസിച്ചു. എൽഫ്ലാൻഡിന്റെ ഏതെങ്കിലും സൂചനയ്ക്കായി അവൻ ഓരോ ഹൊറിസോണ്ടിനെയും നിരീക്ഷിച്ചുകൊണ്ട് വടക്കോട്ട് ദൂരെ പോയി വിചിത്രമായ മൃഗങ്ങളെ വേട്ടയാടും. നമുക്കറിയുന്ന ലോകത്തിന്റെ അതിർത്തിയിലൂടെ അവൻ പോകും, എപ്പോഴും ഭക്ഷണസാമഗ്രികൾക്കടുത്ത്. മങ്ങിയ നീലനിറമുള്ള പർവ്വതങ്ങൾ അവന് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ എഫ്ലാനകന്നു പോകാത്ത ഒരു വയൽ കണ്ടെത്തുന്നതുവരെ മുന്നോട്ടു പോകും. അങ്ങനെ അവയുടെ പിന്നാലെത്തും. നിവ്, മണ്ടൻ സെന്റ്, തിൽ
എന്നിവർ അവയിലെ മാനുത്രിയൻക്ക് പുറത്തു തന്നെ തുടക്കും എന്നും പറഞ്ഞു. അധികം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അവർക്ക് നിസ്സംശയം എഫില്ലാൻ കണ്ടെത്താൻ കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു. ഈ ചിന്തയിൽ അവൻ ഉറങ്ങി. അധ്യായം 15. എൽഫ് രാജാവിന്റെ പിൻവാങ്ങൽ. ആ മനോഹരമായ ഇലകളോടൊപ്പം പറന്നുയർന്ന ലിറാസൽ തിളക്കമാർന്ന ആകാശത്ത് നൃത്തം ചെയ്തുകൊണ്ട് ഓരോന്നായി താഴേക്കു വന്നു. പിന്നെ കുറച്ചുനേരം വയലുകളിലൂടെ ഓടി വേലിക്കെട്ടുകൾക്കരികിൽ കൂട്ടം കൂടി വിശ്രമിച്ചു. പക്ഷേ എല്ലാറ്റിനെയും താഴേക്കു വലിക്കുന്ന ഭൂമിക്ക് ഇനി അവളെ പിടിച്ചു നിർത്താൻ ശക്തിയില്ലായിരുന്നു. കാരണം എൽഫ്ലാൻ രാജാവിന്റെ മാന്ത്രിക മന്ത്രം അതിന്റെ അതിരുകൾ ഭേദിച്ച് അവളെ തിരികെ വിളിക്കുകയായിരുന്നു. അങ്ങനെ അവൾ വലിയ വടക്കുപടിഞ്ഞാറൻ കാറ്റിലേറി നാം അറിയുന്ന വയലുകൾക്കുമേലെ പറന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവയെ വെറുതെ താഴേക്കു നോക്കി. ഭൂമിയുടെ പിടിയിൽ നിന്നവൾ പൂർണ്ണമായും മോചിതയായിരുന്നു. കാരണം നമ്മളെ ഭൂമി പിടിച്ചു നിർത്തുന്ന അവളുടെ ഭാരം അവൾക്ക് ഉണ്ടായിരുന്ന എല്ലാ ഭൗമികമായ ദുഃഖങ്ങളോടൊപ്പം അപ്രത്യക്ഷമായിരുന്നു. അൽവരിക്കിനൊപ്പം ഒരിക്കൽ നടന്നിരുന്ന പഴയ വയലുകൾ അവൾ ദുഃഖമില്ലാതെ കണ്ടു. അവ പിന്നിട്ടുപോയി. മനുഷ്യരുടെ വീടുകൾ അവൾ കണ്ടു. അവയും കടന്നുപോയി. നിറങ്ങൾ നിറഞ്ഞതും കനത്തതുമായ എൽഫ്ലാൻഡിന്റെ അതിർത്തി അവൾ കണ്ടു. ഭൂമി അവസാനമായി പല ശബ്ദങ്ങളിലൂടെ അവളെ വിളിച്ചു. ഒരു കുട്ടിയുടെ ആർപ്പുവിളി, കാക്കകളുടെ കരച്ചിൽ, പശുക്കളുടെ മുരൾച്ച, ഒരു കാളവണ്ടി സാവധാനം വീട്ടിലേക്ക് നീങ്ങുന്ന ശബ്ദം. പിന്നെ അവൾ സന്ധ്യയുടെ കട്ടിയുള്ള മറയിലേക്ക് കടന്നു. ഭൂമിയുടെ എല്ലാ ശബ്ദങ്ങളും പെട്ടെന്ന് മങ്ങി. അവൾ അതിലൂടെ കടന്നുപോയപ്പോൾ ആ ശബ്ദങ്ങൾ നിലച്ചു. ചത്തുവീഴുന്ന ഒരു കുതിരയെപ്പോലെ നമ്മുടെ വടക്കു പടിഞ്ഞാറൻ കാറ്റ് അതിരിൽ വെച്ച് നിന്നു. കാരണം നാം അറിയുന്ന വയലുകളിലൂടെ അലയുന്ന കാറ്റുകളൊന്നും എൽഫ്ലാൻഡിൽ വീശില്ല. അങ്ങനെ ലിറാസൽ സാവധാനം മുന്നോട്ടും താഴേക്കും ചരിഞ്ഞു. അവസാനം അവളുടെ പാദങ്ങൾ അവളുടെ വീടിന്റെ മാന്ത്രിക മണ്ണിൽ തിരിച്ചെത്തി. എൽഫിൻ പർവ്വതങ്ങളുടെ കൊടുമുടികൾ അവൾ വ്യക്തമായി കണ്ടു. അതിനടിയിൽ എൽഫ് രാജാവിന്റെ സിംഹാസനത്തെ കാക്കുന്ന ഇരുണ്ട കാടും കണ്ടു. ഈ കാടിനു മുകളിലായി നമ്മുടെ പ്രഭാതങ്ങളെക്കാൾ തിളക്കമുള്ളതും ഒരിക്കലും മങ്ങാത്തതുമായ എൽഫിൻ പ്രഭാതത്തിന്റെ പ്രകാശം അപ്പോൾ തന്നെ മിന്നിമറിയുന്നുണ്ടായിരുന്നു. ആ എൽഫിൻ യുവതി തന്റെ നേരിയ പാദങ്ങളാൽ കടന്നുപോയി. നാം അറിയുന്ന വയലുകളിലൂടെ ഒരു മന്ദമായ കാറ്റിൽ പറന്നുപോകുമ്പോൾ ഒരു പറങ്ങോടിത്തൂവർ പുൽനാമ്പുകളെ സ്പർശിക്കുന്നതുപോലെ അവൾ പുല്ലിനെ സ്പർശിച്ചു. ആ എൽഫിഷ് വിചിത്ര വസ്തുക്കളും ആ നാടിന്റെ പ്രത്യേക രൂപവും വിചിത്രമായ പൂക്കളും ദുരൂഹമായ മരങ്ങളും വായുവിൽ തങ്ങിനിന്ന മാന്ത്രികതയുടെ ഭീഷണിമായ സൂചനയും അവളുടെ വീടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അത്രയധികം തിരികെ കൊണ്ടുവന്നതാൽ അവൾ ആദ്യത്തെ വികൃതമായ കുള്ളനെപ്പോലെയുള്ള മരത്തടിയിൽ കെട്ടിപ്പിടിച്ച് അതിന്റെ ചുക്കിച്ചുളിഞ്ഞ് പുറന്തൊളിയിൽ ചുംബിച്ചു. അങ്ങനെ അവൾ മന്ത്രവാദം നിറഞ്ഞ കാട്ടിലെത്തി. അതിനെ കാത്തുനിന്ന ദുഷഗുണമായ പൈൻമരങ്ങളും അതിന്റെ ശാഖകളിൽ ചാരി നിൽക്കുന്ന നിരീക്ഷണോത്സുകമായ ഐവി വള്ളികളും ലിറാസലിനു മുൻപിൽ തലകുനിച്ചു. ആ കാട്ടിലെ ഏതൊരത്ഭുതവും മാന്ത്രികതയുടെ ഏതൊരു ഭീഷണിമായ സൂചനയും അവൾക്ക് പഴയകാലത്തെ ഇന്നലെ നടന്നതുപോലെ ഓർമ്മിപ്പിക്കാത്തതായി ഉണ്ടായിരുന്നില്ല. അവൾ ഇന്നലെ രാവിലെയാണ് പോയതെന്നും അതിപ്പോഴും ഇന്നലെ രാവിലെയാണെന്നും അവൾക്ക് തോന്നി. അവൾ കാട്ടിലൂടെ കടന്നുപോയപ്പോൾ അൽവരിക്കിന്റെ വാളിന്റെ മുറിവുകൾ മരങ്ങളിൽ ഇപ്പോഴും പുതിയതും വെളുത്തതുമായിരുന്നു. ഇപ്പോൾ കാട്ടിലൂടെ ഒരു തിളക്കം തിളങ്ങാൻ തുടങ്ങി. തുടർന്ന് നിറങ്ങളുടെ മിന്നലുകൾ. അത് തന്റെ പിതാവിന്റെ പുൽത്തകിടികൾക്ക് ചുറ്റുമുള്ള പൂക്കളുടെ പ്രഭയിൽ നിന്നാണെന്ന് അവൾ മനസ്സിലാക്കി. അവിടേക്കവൾ വീണ്ടും എത്തി. തന്റെ പിതാവിന്റെ കൊട്ടാരൻ വിട്ടുപോകുമ്പോൾ അവൾ അത്ഭുതപ്പെട്ട് അൽവരിക്കിനെ അവിടെ കണ്ടപ്പോൾ അവൾ പതിപ്പിച്ച നേരിയ കാൽപ്പാടുകൾ വളഞ്ഞ പുല്ലിലും ചിലന്തിവലകളിലും മഞ്ഞിൽ നിന്ന് മാഞ്ഞുപോയിരുന്നില്ല. അവിടെ എൽഫിൻ വെളിച്ചത്തിൽ ആ വലിയ പൂക്കൾ തിളങ്ങി നിന്നു. അതിനപ്പുറത്ത് അവൾ പുറത്തുപോയ വാതിൽ പുൽത്തകിടികളിലേക്ക് തുറന്നുകിടക്കുകയായിരുന്നു. ആ കൊട്ടാരം മിന്നുകയും തിളങ്ങുകയും ചെയ്തു. അതിനെക്കുറിച്ച് പാട്ടുകളിലൂടെ മാത്രമേ പറയാൻ കഴിയൂ. അവിടേക്ക് ലിറാസൽ മടങ്ങിയെത്തി. അവളുടെ ശബ്ദമില്ലാത്ത പാദങ്ങളുടെ ചലനം മാന്ത്രികമായി കേട്ട എൽഫ് രാജാവ് അവളെ സ്വീകരിക്കാനായ വാതിലിന് മുന്നിലുണ്ടായിരുന്നു. അവർ കെട്ടിപ്പിടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വലിയ താടി അവളെ ഏതാണ്ട് മറച്ചു. ആ എൽഫിൻ പ്രഭാതത്തിൽ അദ്ദേഹം അവൾക്കായി ഏറെക്കാലം ദുഃഖിച്ചിരുന്നു. തന്റെ ജ്ഞാനമുണ്ടായിരുന്നിട്ടും അദ്ദേഹം അത്ഭുതപ്പെട്ടു. തന്റെ മന്ത്രങ്ങളുണ്ടായിരുന്നിട്ടും അദ്ദേഹം ഭയന്നു. നാം അറിയുന്ന വയലുകൾക്കപ്പുറം വസിക്കുന്ന ഒരു മാന്ത്രിക വംശജനായിരുന്നിട്ടും മനുഷ്യഹൃദയങ്ങൾ കൊതിക്കുന്നതുപോലെ അദ്ദേഹം അവൾക്കായി കൊതിച്ചു. ഇപ്പോൾ അവൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആ പഴയ എൽഫ് രാജാവിന്റെ സന്തോഷം കൊണ്ട് എൽഫ്ലാൻഡിന്റെ മൈലുകളോളം ആ എൽഫിൻ പ്രഭാതം കൂടുതൽ പ്രകാശിച്ചു. എൽഫിൻ പർവ്വതങ്ങളുടെ ചരിവുകളിൽ പോലും ഒരു തിളക്കം കാണപ്പെട്ടു. മിന്നലും പ്രകാശവും നിറഞ്ഞ ആ വലിയ വാതിലിലൂടെ അവർ കൊട്ടാരത്തിലേക്ക് വീണ്ടും കടന്നുപോയി. എൽഫ് രാജാവിന്റെ കാവൽക്കാരൻ തന്റെ വാൾകൊണ്ട് സല്യൂട്ട് ചെയ്തു. പക്ഷെ ലിറാസേലിന്റെ സൗന്ദര്യത്തിൽ തല തിരിക്കാൻ ധൈര്യപ്പെട്ടില്ല. അവർ വീണ്ടും എൽഫ് രാജാവിന്റെ സിംഹാസനത്തിന്റെ ഹാളിലെത്തി.
അത് മഴവില്ലുകളും മഞ്ഞും കൊണ്ടാണ് നിർമ്മിച്ചത്. മഹാനായ രാജാവ് അവിടെ ഇരുന്ന് ലിറാസെലിനെ തന്നെ മടിയിലിരുത്തി. എൽഫ്ലാൻഡിൽ ഒരു ശാന്തത ഇറങ്ങിവന്നു. ആ നീണ്ട എൽഫിൻ പ്രഭാതത്തിൽ വളരെക്കാലം ആ ശാന്തതയെ ഒന്നും ശല്യപ്പെടുത്തിയില്ല. ലിറാസേൽ ഭൂമിയിലെ ദുരിതങ്ങളിൽ നിന്ന് വിശ്രമിച്ചു. എൽഫ് രാജാവ് തന്റെ ഹൃദയത്തിലെ ആഴത്തിലുള്ള സംതൃപ്തി സൂക്ഷിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. കാവൽക്കാരൻ ഇപ്പോഴും തന്റെ വാളിന്റെ അഗ്രം താഴേക്കിട്ട് സല്യൂട്ട് ചെയ്തു നിന്നു. കൊട്ടാരം തിളങ്ങുകയും പ്രകാശിക്കുകയും ചെയ്തു. അതൊരു നഗരത്തിന്റെ ശബ്ദത്തിനപ്പുറം ഒരാഴത്തിലുള്ള കുളത്തിലെ ഒരു രംഗം പോലെയായിരുന്നു. പച്ചനിറത്തിലുള്ള ഞാങ്ങണുകളും തിളങ്ങുന്ന മത്സ്യങ്ങളും ആഴത്തിലുള്ള വെള്ളത്തിൽ ചെറുചിപ്പികളും സന്ധ്യയിൽ തിളങ്ങുന്നു. നീണ്ട വേനൽക്കാല ദിനത്തിലൊന്നിനും അതിനെ ശല്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവർ കാലത്തിന്റെ കലഹങ്ങൾക്കപ്പുറം വിശ്രമിച്ചു. ഒരു വെള്ളച്ചാട്ടത്തിലെ ചെറിയ കുതിച്ചാട്ടങ്ങൾ വിശ്രമിക്കുന്നതുപോലെ മണിക്കൂറുകൾ അവരെ ചുറ്റിപ്പറ്റി വിശ്രമിച്ചു. മഞ്ഞരുവികളെ ശാന്തമാക്കുമ്പോൾ അവർക്ക് മുകളിലുള്ള എൽഫിൻ പർവ്വതങ്ങളിലെ ശാന്തമായ നീല കൊടുമുഴികൾ മാറാത്ത സ്വപ്നങ്ങളെപ്പോലെ നിന്നു. പിന്നീട് കാടുകളിലെ പക്ഷികൾക്കിടയിൽ ഒരു നഗരത്തിന്റെ ശബ്ദം കേൾക്കുന്നതുപോലെ, സന്തോഷിക്കാൻ ഒത്തുകൂടിയ കുട്ടികൾക്കിടയിൽ ഒരു തെങ്ങൽ കേൾക്കുന്നതുപോലെ, കരയുന്ന ഒരു കൂട്ടത്തിനിടയിൽ ഒരു ചിരി കേൾക്കുന്നതുപോലെ, പൂത്തുലഞ്ഞ പൂന്തോട്ടങ്ങളിലെ നേരിയ കാറ്റുപോലെ, ആടുകൾ ഉറങ്ങുന്ന പുൽമേടുകളിലൂടെ ഒരു ചെന്നായ വരുന്നതുപോലെ ഒരു വികാരം എൽഫ് രാജാവിന്റെ മനസ്സിലേക്ക് വന്നു. ഭൂമിയിലെ വയലുകളിലൂടെ ആരോ തന്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന്. അത് അൽവറിക്കായിരുന്നു, ഇടിമിന്നലിരുമ്പുകൊണ്ടുണ്ടാക്കിയ വാളുമായി. തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് ആ വാളിന്റെ സ്വഭാവം പഴയ രാജാവ് തിരിച്ചറിഞ്ഞു. അപ്പോൾ എൽഫ് രാജാവ് എഴുന്നേറ്റു. തന്റെ ഇടത് കൈ മകളുടെ ചുട്ടം വെച്ച് വലത് കൈ ഒരു വലിയ മന്ത്രം ചെയ്യാൻ ഉയർത്തി. എൽഫ്ലാൻഡിന്റെ കൃത്യമായ കേന്ദ്രമായ തന്റെ തിളങ്ങുന്ന സിംഹാസനത്തിനു മുന്നിൽ നിൽക്കുന്നു. തന്റെ തൊണ്ടയുടെ ആഴത്തിൽ വ്യക്തമായ പ്രതിധ്വനിയോട് അദ്ദേഹം ഒരു മന്ത്രം ചൊല്ലി. അതിൽ ലിറാസേൽ മുമ്പ് കേട്ടിട്ടില്ലാത്ത വാക്കുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയത്. വളരെ പഴയൊരു മന്ത്രം, എൽഫ്ലാൻഡിനെ കൂടുതൽ അകലോട്ട് വിളിക്കുന്ന, ഭൂമിയിൽ നിന്നും കൂടുതൽ അകറ്റുന്ന മന്ത്രം. ആ അത്ഭുതകരമായ പൂക്കൾ ആ സംഗീതം കേട്ടപ്പോൾ അത് നുകർന്നു. ആഴത്തിലുള്ള ഈണങ്ങൾ പുൽത്തകടികളിൽ നിറഞ്ഞു. കൊട്ടാരം മുഴുവൻ വിറച്ചു, കൂടുതൽ തിളക്കമുള്ള നിറത്തോട് വിറച്ചു. ആ മന്ത്രം സമതലങ്ങളിലൂടെ സന്ധ്യയുടെ അതിർത്തി വരെ വ്യാപിച്ചു. ഒരു മാന്ത്രിക ആകർഷണം പോലെ വ്യാപിച്ചു. മാന്ത്രിക കാടുകളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. ആ മന്ത്രം എൽഫ്ലാൻഡ് മുഴുവൻ കേട്ടു. എൽഫ്ലാൻഡ് മുഴുവൻ ആ മന്ത്രം അനുസരിച്ചു. ഇപ്പോൾ രാജാവും മകളും അകന്നുപോയി. മരുഭൂമിയിലെ നാടോടികളുടെ പുക അവരുടെ ഒട്ടകമുടിയുള്ള കൂടാരങ്ങളിൽ നിന്നൊഴുകുന്നതുപോലെ, സ്വപ്നങ്ങൾ പ്രഭാതത്തിലൊഴുകുന്നതുപോലെ, അസ്തമയത്തിലേക്ക് മേഘങ്ങൾ ഒഴുകുന്നതുപോലെ, കാട്ടിനോടൊപ്പം പുക, സ്വപ്നങ്ങളോടൊപ്പം രാത്രി, അസ്തമയത്തോടൊപ്പം ചൂട് എന്നപോലെ എൽഫ്ലാൻഡ് അവരോടൊപ്പം ഒഴുകിപ്പോയി. എൽഫ്ലാൻഡ് അവരോടൊപ്പം ഒഴുകിപ്പോയി. ആ വിജനമായ സമതലവും മങ്ങിയതും ഉപേക്ഷിക്കപ്പെട്ടതുമായ പ്രദേശവും മാന്ത്രികമല്ലാത്ത ദേശവും ഉപേക്ഷിച്ചു. ആ മന്ത്രം അത്ര പെട്ടെന്നുണ്ടാക്കി. എൽഫ്ലാൻഡ് അത്ര പെട്ടെന്ന് അനുസരിച്ചു. ആ പഴയ ഓർമ്മകളും പൂന്തോട്ടങ്ങളും വളരെ വർഷങ്ങളായി ഓർക്കപ്പെട്ട മരങ്ങളും എൽഫ്ലാൻഡിന്റെ ഒഴുക്കിൽ അല്പം മാത്രം ഒഴുകി എൽഫിൻ പുൽത്തകടികൾ മാഞ്ഞുപോകുകയും സന്ധ്യയുടെ മറ അവരെ മറച്ച് പാറകൾക്കിടയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതുവരെ കിഴക്കോട്ടേക്ക് സാവധാനമാടി. എൽഫ്ലാൻഡ് എവിടേക്കാണ് പോയതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത് ഭൂമിയുടെ വളവിനെ പിന്തുടർന്നോ അതോ നമ്മുടെ പാറകൾക്കപ്പുറം സന്ധ്യയിലേക്ക് ഒഴുകിപ്പോയോ എന്നും എനിക്കറിയില്ല. നമ്മുടെ വയലുകൾക്ക് സമീപം ഒരു മന്ത്രവാദമുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഒന്നുമില്ല. അതെവിടേക്ക് പോയാലും അത് വളരെ ദൂരെയായിരുന്നു. പിന്നെ എൽഫ് രാജാവ് മന്ത്രം ചൊല്ലുന്നത് നിർത്തി. എല്ലാം പൂർത്തിയാക്കി. ഒരു നിമിഷം പോലും നിർണയിക്കാൻ കഴിയാത്ത വിധം അസ്തമനത്തിലെ നീണ്ട പാളികൾ സ്വർണത്തിൽ നിന്ന് പിങ്ക് നിറത്തിലേക്കോ തിളങ്ങുന്ന പിങ്ക് നിറത്തിൽ നിന്ന് നിറമില്ലാത്ത നിറത്തിലേക്കോ മാറുന്നതുപോലെ നിശബ്ദമായി എൽഫ്ലാൻഡ് ആ വയലുകളുടെ അരികുകൾ വിട്ടു. അവിടെ അതിന്റെ അത്ഭുതം മനുഷ്യരുടെ ദീർഘകാലങ്ങളോളം പതിയിരുന്ന് ഇപ്പോൾ എനിക്കറിയാത്ത ഇടത്തേക്ക് പോയി. എൽഫ് രാജാവ് വീണ്ടും തന്റെ മൂടൽമഞ്ഞും മഞ്ഞും കൊണ്ടുണ്ടാക്കിയ സിംഹാസനത്തിലിരുന്നു. അതിൽ മാന്ത്രിക മഴവിലകളുണ്ടായിരുന്നു. തന്റെ മകൾ നിരാസലിനെ വീണ്ടും മടിയിലിരുത്തി. തന്റെ മന്ത്രം തകർത്ത ആ ശാന്തത എൽഫ്ലാൻഡിൽ കനത്തതും ആഴത്തിലുള്ളതുമായി തിരിച്ചെത്തി. അത് പുൽത്തകിടികളിൽ കനത്തതും ആഴത്തിലുള്ളതുമായി വീണു. പൂക്കളിൽ കനത്തതും ആഴത്തിലുള്ളതുമായി വീണു. പ്രകൃതി ദുഃഖത്തിന്റെ ഒരു നിമിഷത്തിൽ, ലോകത്തിന്റെ പെട്ടെന്നുള്ള അവസാനത്തിൽ മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞതുപോലെ ഓരോ മിന്നുന്ന പുൽക്കൊടിയും അതിന്റെ ചെറിയ വളവിൽ നിശ്ചലമായിരുന്നു. പൂക്കൾ അവയുടെ സൗന്ദര്യത്തിൽ സ്വപ്നം കണ്ടു. ശരത്കാലത്തിൽ നിന്നോ കാറ്റിൽ നിന്നോ മുക്തമായിരുന്നു. ട്രോളുകളുടെ ചതുപ്പുകളിലൂടെ നീളെ എൽഫ് രാജാവിന്റെ ശാന്തത ഉറങ്ങി. അവരുടെ വിചിത്രമായ വാസസ്ഥലങ്ങളിൽ നിന്നുള്ള പുക വായുവിൽ നിശ്ചലമായിരുന്നു.
ഒരു കാടിനുള്ളിൽ റോസാക്കൂക്കളിലെ ആയിരക്കണക്കിന് ഇതളുകളുടെ വിറയലിനെ അത് ശാന്തമാക്കി, വലിയ താമരകൾ ഉയർന്നു നിന്ന കുളങ്ങളെ അത് നിശ്ചലമാക്കി, അവയും അവയുടെ പ്രതിഫലനങ്ങളും ഒരു മനോഹരമായ സ്വപ്നത്തിൽ ഉറങ്ങുന്നതുവരെ. സ്വപ്നം നിറഞ്ഞ മരങ്ങളുടെ നിശ്ചലമായ ഇലകൾക്ക് താഴെ, നിശ്ചലമായ വായുവിനെ സ്വപ്നം കാണുന്ന നിശ്ചലമായ വെള്ളത്തിൽ, വലിയ താമരയിലകൾ ശാന്തിയിൽ പച്ചയായി പൊങ്ങിക്കിടന്നു. അവിടെ എർലിലേക്ക് പോയ ട്രോൾ ലുരുലു ഒരു ഇലയിലിരുന്നു. എൽഫ്ലാൻഡിൽ എർലിലേക്ക് പോയ ട്രോളിനെ അവരങ്ങനെയാണ് വിളിച്ചത്. അവൻ വെള്ളത്തിലേക്കു തന്റെ ഒരു വികൃതി നിറഞ്ഞ നോട്ടത്തോടെ നോക്കിയിരുന്നു. അവൻ നോക്കി. ഒന്നും അനങ്ങിയില്ല, ഒന്നും മാറിയില്ല. എല്ലാ കാര്യങ്ങളും ശാന്തമായിരുന്നു. രാജാവിന്റെ ആഴത്തിലുള്ള സംതൃപ്തിയിൽ വിശ്രമിച്ചു. കാവൽക്കാരൻ തന്റെ വാൾ പഴയതുപോലെ പിടിച്ചു. അതിനുശേഷം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉടമ മരിച്ച ഒരു പടച്ചട്ടിയെപ്പോലെ തന്റെ എപ്പോഴും നിൽക്കുന്ന സ്ഥാനത്ത് നിശ്ചലമായി നിന്നു. രാജാവ് മകളെ മടിയിലിരുത്തി നിശബ്ദനായി തുടർന്നു. തന്റെ നീലക്കണ്ണുകൾ വിശാലമായ ജനലുകളിലൂടെ തിളങ്ങിയ എൽഫിൻ പർവ്വതങ്ങളിലെ വളരെ നീല കൊടുമുടികളെപ്പോലെ ചലിക്കാതെയിരുന്നു. എൽഫ്രാജാവ് അനങ്ങിയില്ല, മാറിയില്ല. പക്ഷേ താൻ സംതൃപ്തി കണ്ടെത്തിയ ആ നിമിഷത്തെ മുറുകെ പിടിച്ചു. അത് തന്റെ എല്ലാ രാജ്യങ്ങളിലും നന്മയ്ക്കും എൽഫ്ലാൻഡിന്റെ ക്ഷേമത്തിനും വേണ്ടി സ്ഥാപിച്ചു. കാരണം ചാടിയോടുന്ന മനുഷ്യർക്ക് ഡില്ലൂർ എന്ന കിണറിലേക്ക് താൻ വിട്ട് നിരാശയോടെ പുനർപ്രവേശിക്കാൻ പറ്റാത്തതെന്താലും ഇല്ല. അദ്ദേഹത്തിന് സംതൃപ്തി ലഭിച്ചു. അത് അദ്ദേഹം മുറുകെ പിടിച്ചു. എൽഫ്ലാൻഡിൽ ആ ശാന്തത തങ്ങി നിന്നപ്പോൾ നമ്മളറിയുന്ന വയലുകളിൽ 10 വർഷങ്ങൾ കടന്നുപോയിരുന്നു.